നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. ന്യൂസ് അപ്ഡേറ്റ്സിൽ ആദ്യം പ്രധാന വാർത്തകൾ. കൊച്ചി ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി മിഹിറിന്റെ ആത്മഹത്യയിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം. റാഗിംഗ് കാരണം ജീവനൊടുക്കിയെന്ന കുടുംബത്തിന്റെ പരാതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും. കുടുംബവും സ്കൂൾ അധികൃതരും നാളെ ഹാജരാകാൻ നിർദ്ദേശം. വിദ്യാർത്ഥി സംഘർഷങ്ങൾക്കും മിഹിർ പഠിച്ച 2 സ്കൂളുകൾക്കുമെതിരെ പോലീസിന് മൊഴി നൽകി കുടുംബം. മലപ്പുറത്ത് ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത യുവതി നേരിട്ടത് കൊടിയ മാനസിക പീഡനം. സൗന്ദര്യം കുറവെന്നും സ്ത്രീധനം കുറഞ്ഞെന്നും പറഞ്ഞ് പീഡിപ്പിച്ചു. ഭർത്താവ് അറസ്റ്റിൽ. ബാലരാമപുരം കൊലപാതകത്തിൽ അന്വേഷണം അമ്മയുടെ സാമ്പത്തിക ഇടപാടുകളിലേക്ക്. മലയാളിയുടെ മനസാക്ഷി മരവിച്ചോ എന്ന ചോദ്യമുയർത്തി ചോര പുരണ്ട ജനുവരി. ഗോത്രവിഭാഗ മന്ത്രാലയത്തിന് ഉന്നത കുലജാതനായ മന്ത്രി വേണമെന്ന് സുരേഷ് ഗോപി. അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. വലിയ വ്യത്യാസമുണ്ട്. ഗോത്രവകുപ്പ് ഭരിക്കാൻ ആഗ്രഹം. ആവശ്യം പലതവണ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. വിവാദമായതോടെ പ്രസ്താവന പിൻവലിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളം നിലവിളിക്കുകയല്ല വേണ്ടതെന്ന് പരിഹാസം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യയെ പൂർണ്ണമായും തള്ളി എം പി ജയരാജൻ. മരണത്തിനിടയാക്കിയത് ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമെന്നത് സത്യം. CPM ജില്ലാ സമ്മേളനത്തിൽ ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അംഗങ്ങൾ. ന്യൂസ് 18നോട് മനസ്സ് തുറന്ന കെ സുധാകരന്റെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. മുഖ്യമന്ത്രി ആരെന്നതിപ്പോൾ ആലോചിക്കേണ്ട. പുനഃസംഘടന വൈകാതെ പൂർത്തിയാകും. KSUക്കാർക്കെതിരായ ആക്രമണം തുടർന്നാൽ നേരിടേണ്ടി വരുമെന്നും KPCC അധ്യക്ഷൻ. മുകേഷിനെതിരായ പീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. MLAക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ. അന്വേഷണ സംഘത്തിന് നന്ദി പറഞ്ഞ് പരാതിക്കാരി. തീരുമാനം കോടതി എടുക്കട്ടെയെന്ന് MV ഗോവിന്ദൻ. ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഡൽഹിയിൽ വസന്തം വിരിയുമെന്ന് പ്രധാനമന്ത്രി. ഭരണ തുടർച്ചയ്ക്ക് AAP. തിരിച്ചുവരവിന് കോൺഗ്രസ്. വിശദമായി നോക്കാം. വിവാദ പരാമർശവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആദിവാസി വിഭാഗത്തിന്റെ ഉന്നമനത്തിന് ട്രൈബൽ വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്യണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളയാളെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിനായുള്ള മന്ത്രിയാക്കണമെന്നും ജനാധിപത്യ സംവിധാനത്തിൽ ഈ പരിവർത്തനം ഉണ്ടാവണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പരാമർശം വിവാദമായതോടെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഡൽഹിയിൽ BJP കേരള സെല്ലിന്റെ പ്രചാരണ പരിപാടിക്കിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം. ഗോത്രവിഭാഗ മന്ത്രാലയത്തിന് ഉന്നത കുലജാതനായ മന്ത്രി വേണമെന്നും എങ്കിലേ ഗോത്രവിഭാഗത്തിന് പുരോഗതി ഉണ്ടാകൂവെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. ബ്രാഹ്മണനോ നായിഡുവോ ട്രൈബൽ വകുപ്പ് മന്ത്രിയാകണം. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഉന്നത കുലജാതൻ ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ അവർ നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. ഗോത്രവിഭാഗ വകുപ്പ് മന്ത്രിയാകണമെന്നത് തന്റെ മോഹമാണെന്നും 2016 MP ആയ കാലം മുതൽ പ്രധാനമന്ത്രിയോട് ഇത് പലതവണ അപേക്ഷിച്ചതാണെന്നും സുരേഷ് ഗോപി. മാത്രമല്ല ഗോത്രവിഭാഗത്തിൽ നിന്ന് ഉള്ളവർ മുന്നോക്ക ജാതിയുടെ ഉന്നമനത്തിനുള്ള മന്ത്രിയാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഈ പരിവർത്തനം ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകണം. പക്ഷേ നമ്മുടെ നാട്ടിൽ ചില ചിട്ടവട്ടമുണ്ടെന്നും ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവർക്കേ ആ വകുപ്പ് ലഭിക്കൂവെന്നും സുരേഷ് ഗോപി. ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. സംഭവം വിവാദമായതിനു പിന്നാലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. സുരേഷ് ഗോപിയുടെ പ്രസ്താവനയും ദൌർഭാഗ്യകരമാണെന്നും ഒഴിവാക്കേണ്ടിയിരുന്ന പ്രസ്താവനയാണെന്നും രമേശ് ചെന്നിത്തല. അത്തരം വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഏത് മന്ത്രിസ്ഥാനത്തും കിട്ടിയാലും ആ മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുക, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രി ശ്രമിക്കേണ്ടത്.
ചാതുർവർണ്ണത്തിന്റെ കുഴലൂത്തുകാരനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാറിയെന്നായിരുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമാണെന്ന് കെ രാധാകൃഷ്ണൻ എംപിയും വ്യക്തമാക്കി. ഇതിന് പിന്നാലെ സുരേഷ് ഗോപി പ്രസ്താവന പിൻവലിച്ചു. എല്ലാവരുടെയും നല്ലതിനു വേണ്ടി മാത്രമായിരുന്നു പറഞ്ഞതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. 1 കോടി പേർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിലടക്കം ഇത് അനുകൂലമാകുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. ബീഹാർ ബജറ്റ് എന്ന വിമർശനത്തിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെതിരെ രംഗത്തുവന്നു. പാർലമെന്റിൽ ഈ ആഴ്ച പുതിയ ടാക്സ് ബിൽ അവതരിപ്പിക്കാനിരിക്കെ ബജറ്റ് സമ്മേളനം പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. 12.75 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ ടാക്സ് സ്ലാബിൽ നിന്ന് ഒഴിവാക്കിയ ബജറ്റ് പ്രഖ്യാപനം ഭരണപക്ഷം രാജ്യത്തെമ്പാടും കൊട്ടിഘോഷിക്കുകയാണ്. പുതിയ തീരുമാനത്തോടെ 1 കോടിയിലധികം ആളുകൾ ടാക്സ് സ്ലാബിൽ നിന്ന് ഒഴിവാകുമെന്നാണ് വിലയിരുത്തൽ. ആദായ നികുതി തീരുമാനത്തിൽ പ്രശംസയുടെ അതേ തീവ്രതയിൽ തന്നെ വിമർശനവും കേന്ദ്രത്തിനെതിരെ ഉയരുന്നുണ്ട്. ബീഹാർ ബജറ്റ് എന്ന വിമർശനമാണ് പ്രധാനം. ബീഹാറിന് അമിത പരിഗണന നൽകിയതിനെതിരെ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രംഗത്ത് വന്നു. കേന്ദ്രത്തിലെ സ്വാധീനം വഴി JDU ബീഹാറിന് വേണ്ടി നേട്ടങ്ങൾ സ്വന്തമാക്കിയപ്പോൾ 16 എംപിമാരുള്ള TDPക്ക് സ്വാധീനം చెలుത്തി ఆంధ్రప్రదేశ్ను వేండి ఒన్నం నేడియెడుకాన్ കഴിഞ്ഞില്ലെന്നാണ് వైఎస్ఆర్ కాంగ్రెస్ന്റെ విమర్శనం. ఆంధ్ర రాష్ట్రానికి ఏమొచ్చిందనేది వచ్చినేది మీరు చెప్పడం లేదు, రానిది మీరు ఎక్కడ కూడా బాధ వ్యక్తం చేయడం లేదు. బీహార్కి ఏమేమి వచ్చిందనేది ఒక్కసారి చూద్దాం. കർഷകരെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും കൈയൊഴിഞ്ഞുവെന്നാണ് ബജറ്റിനെതിരായ മറ്റൊരു പ്രധാന വിമർശനം. രാജ്യത്തെ 85 കോടി വരുന്ന കർഷകർ താങ്ങുവില ഉറപ്പാക്കുന്നതും കടമെഴുതി തള്ളുന്നതുമെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. കർഷകരോട് കാട്ടിയത് കടുത്ത അനീതിയാണെന്നും വിവിധ കർഷക സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. കോൺഗ്രസിന് പുറമെ DMK, ശിവസേന, UBT, CPM, CPI അടക്കമുള്ളവർ സമാന വിമർശനം പരസ്യമാക്കി. പാർലമെന്റിൽ ഈ ആഴ്ച പുതിയ ടാക്സ് ബിൽ അവതരിപ്പിക്കാനിരിക്കെ ഈ വിമർശനങ്ങളെല്ലാം ഉയർത്തി ഭരണപക്ഷത്തെ ചെറുക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേരളം നിലവിളിക്കുകയല്ല വേണ്ടതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണം. കേരളം ബീഹാർ എന്ന് തരം തിരിച്ച് കണ്ടിട്ടില്ലെന്നും സുരേഷ് ഗോപി. ട്രൈബലിന്റെ തുകയെടുത്ത് വകമാറ്റിയതുപോലെ അല്ലാതെ ടൂറിസത്തിന് ഇത്രയും കോർപ്പസ് ഉണ്ട്, നീക്കിവെപ്പുണ്ട് എന്ന് മനസ്സിലാക്കി കേരളത്തിന് എന്ത് വേണമെന്ന് പറഞ്ഞ് ചുമ്മാ ഈ പൊലമ്പല് നടത്തിയ പോരാ. കേരളത്തെ അപമാനിച്ച് ജോർജ് കുര്യന് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജോർജ് കുര്യൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. സംസ്ഥാനത്തിന് ആവശ്യമായത് നേടിയെടുക്കാനുള്ള ആർജവമോ ഇച്ഛാശക്തിയോ ജോർജ് കുര്യനോ സുരേഷ് ഗോപിക്കോ ഇല്ലെന്ന് VD സതീശൻ. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമെന്നായിരുന്നു ജോർജ് കുര്യന്റെ പരാമർശം. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണം PP ദിവ്യയുടെ പരാമർശം തന്നെയെന്ന് MP ജയരാജൻ. ADMന്റെ മരണത്തിലേക്ക് നയിച്ചത് യാത്രയപ്പ് യോഗത്തിൽ ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണെന്നത് സത്യമാണ്. അതുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പറഞ്ഞതെന്നും MP ജയരാജൻ. ADMന്റെ മരണത്തിന് ഇടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണ്. ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും ഞങ്ങൾക്ക്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുമെന്ന് പ്രചാരണം നടത്തിയവരോട് ഫോണിൽ വിളിച്ച് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചെന്ന് കെ സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റേതാകും അന്തിമ തീരുമാനമെന്നും കെ സുധാകരൻ. പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്. പുനഃസംഘടന വൈകാതെ പൂർത്തിയാക്കുമെന്നും സുധാകരൻ ന്യൂസ് 18നോട് വ്യക്തമാക്കി. താങ്കളെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നത് CPMന്റെയോ BJPയുടെയോ ഒന്നും ലക്ഷ്യമല്ല. ഒന്നെങ്കിൽ താങ്കൾക്കൊപ്പമുള്ള ചിലർ, അല്ലെങ്കിൽ താങ്കളുടെ എതിർചേരിയുള്ള ചിലർ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യം പറയുന്നതിനും ജനങ്ങൾ അറിയുന്നതിനും എന്താ കുഴപ്പം? ആരും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, ആരും കേട്ടില്ല, ആരോടും കേൾക്കാൻ നിന്നില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അതൊരു അപഖ്യാതി പ്രചരിപ്പിച്ചു എന്ന് മാത്രമേ ഞാൻ തോന്നുന്നുള്ളൂ. ഞാൻ പലപ്പോഴും ഈ തെറ്റായ രീതിയിൽ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവം തെറ്റായ രീതിയിൽ അത് കൊണ്ടുപോകുന്ന മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട്, എന്ത് കിട്ടി അതുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ നിരവധി വലിയ പത്രമാധ്യമങ്ങളെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന സംഭവങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് ഇങ്ങനെ എനിക്കെതിരെ പറഞ്ഞതുകൊണ്ട് എന്ത് കിട്ടി, നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടിയെന്ന് നിങ്ങൾക്ക്, ഞാൻ ചെറിയ കുട്ടിപ്രായം മുതൽ നിങ്ങളുടെ പത്രം ചെറുകയിലെടുത്ത് നടക്കുന്ന ഒരാളാണ്. എന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പലതും ലഭിച്ചോ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിയമസഭയിൽ
താങ്കൾക്ക് ഇനിയും വരണം എന്നൊരു മനസ്സിലെ ആഗ്രഹം അങ്ങനെ ശേഷിക്കുന്നു? മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അഭിലാഷം അതൊന്നും അങ്ങനെയൊന്നുമില്ല. പാർട്ടി പറഞ്ഞാൽ അവിടെ മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കാം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യും. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മികച്ച പ്രതിപക്ഷ നേതാക്കന്മാരാണെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. മുഖ്യമന്ത്രി ആരാകണമെന്നത് ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമല്ല. ഇടത് സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ഇരു നേതാക്കളുടെയും ഇടപെടൽ അനിവാര്യമാണെന്നും സുധാകരൻ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും, ഇവരിൽ കെ സുധാകരന് ഏറ്റവും താല്പര്യം ആരോടാണ്? രണ്ടുപേരോടും പൊളിറ്റിക്കൽ ഇന്റിമസി തന്നെ. പ്രതിപക്ഷ നേതാവോട് എനിക്ക് പൊളിറ്റിക്കൽ ഇന്റിമസി ഇല്ലാതിരിക്കുമോ? രമേശ് ചെന്നിത്തലയുടെ എനിക്ക് അങ്ങനെ അദ്ദേഹത്തോട് ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിലാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് അവസരത്തിലും അനവസരത്തിലുമൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആരാകണമെന്ന് അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ? അല്ല, അതങ്ങനെ ഇന്ന് ഉണ്ടെങ്കിൽ തന്നെ അത് ഇപ്പം പറയുന്നത് ഒരു ശരിയല്ല. ഇതൊരു യഥാർത്ഥ ടൈമല്ല, പറയേണ്ട ഒരു സമയമല്ല. അത് അതിന്റെ സമയമാകുമ്പോൾ ഞാനത് പറയും. KSU പ്രവർത്തകർക്കെതിരായ ആക്രമണം തുടർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് അവരെ സംരക്ഷിക്കാനാണ്. സംയമനത്തിന്റെ പാതയിൽ പ്രശ്നം ശാന്തമാകുന്നില്ല എങ്കിൽ പിന്നെ പ്രതിരോധിക്കുക മാത്രമാണ് ഏകമാർഗമെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. കേസിൽ പ്രതികളാകുന്നവരെ നിർദാക്ഷിണ്യം തള്ളിപ്പറയുന്ന ഒരു സമീപനമാണ് നേതൃത്വത്തിലുള്ളവർ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. പക്ഷേ താങ്കൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിനു ശേഷം വിവാദമായ പല കേസുകളിലും KSU പ്രവർത്തകരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ പ്രതികളാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ താങ്കൾ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. എൻ്റെ അണികളെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് നേതാവ്, ഞാൻ എന്ത് KPCC പ്രസിഡന്റ്? എൻ്റെ പാർട്ടി അണികളെ പരസ്യമായി മർദ്ദിച്ച്, ക്രൂരമായി മർദ്ദിച്ച്, വെട്ടിയും കുത്തിയും ആശുപത്രി കിടത്തുമ്പോൾ ഞാൻ നോക്കി നിൽക്കുക അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചതിന് തുല്യമാണ്. കെ സുധാകരനുമായി ന്യൂസ് 18 കേരളം സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യൻ നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം രാത്രി 9 മണിക്ക്. നടനും MLAയുമായ മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. ആലുവ സ്വദേശിയായ നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞതായും MLAക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അന്വേഷണ സംഘത്തിന് നന്ദിയെന്ന് പരാതിക്കാരി ന്യൂസ് 18നോട്. താരസംഘടനയായിരുന്ന അമ്മയുടെ അംഗത്വം വാഗ്ദാനം ചെയ്താണ് നടൻ മുകേഷ് പല സ്ഥലങ്ങളിൽ വെച്ച് നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നാണ് കേസ്. കേസിൽ മുകേഷിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട്. ലൈംഗികാതിക്രമ വകുപ്പ് കൂടി ചേർത്താണ് മുകേഷിനെതിരെ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കേസിൽ നടിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ മുകേഷിന് നേരത്തെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഉയർന്നുവന്ന പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതി. ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വന്ന വെളിപ്പെടുത്തൽ പിന്നീട് അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതിയായി എത്തി. നടി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്നായിരുന്നു മുകേഷ് അടക്കമുള്ളവർ ഇതിൽ പ്രതികരിച്ചതും. സത്യം കണ്ടെത്തിയതിൽ സന്തോഷമെന്ന് പരാതിക്കാരി ന്യൂസ് 18നോട് പ്രതികരിച്ചു. അന്ന് ഒരുപാട് അപമാനമൊക്കെ ഉണ്ടായല്ലോ, അതെനിക്കിന്ന് അനുഗ്രഹമായി മാറിയില്ലേ. അങ്ങനെ ഒരു നടി ബ്ലാക്ക്മെയിൽ ചെയ്ത എന്തുകൊണ്ട് അദ്ദേഹം പോലീസിൽ അറിയിച്ചില്ല? മനസ്സിലായോ? ഇതിനൊന്നും റിപ്ലൈ ചെയ്തില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി എനിക്ക് തോന്നുന്നത്. സേറ്റയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. കേസിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. CPM MLAയായ മുകേഷിനെതിരായ ലൈംഗിക പീഡന പരാതി ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. മുകേഷ് MLAക്കെതിരായ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിൽ പ്രതികരിച്ച CPM സെക്രട്ടറി MP ഗോവിന്ദൻ. മുകേഷിന്റെ കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെയെന്നും മുകേഷ് MLA സ്ഥാനത്ത് തുടരുമെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയും സർക്കാരും ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്ന് EP ജയരാജൻ. ആയിക്കോട്ടെ, കേസ് തീരട്ടെ. അതിന് നമുക്ക് കുഴപ്പം. ഒരാൾ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് കോടതിയല്ലേ കൈകാര്യം ചെയ്യുക. കോടതി കൈകാര്യം ചെയ്യട്ടെ. അതേ ആർക്കെതിരായിട്ടും കോടതിയല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. കോടതിയുടെ നിലപാട് സ്വീകരിക്കട്ടെ, അപ്പോൾ നമുക്ക് അറിയിക്കാം. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജ മരിച്ചത്. വിഷ്ണുജയ്ക്ക് സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് പ്രബിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു.
2023 മെയിലാണ് വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രബിനും തമ്മിലുള്ള വിവാഹം നടന്നത്. വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് വിഷ്ണുജയുടെ കുടുംബത്തിന്റെ ആരോപണം. സ്ത്രീധനത്തെ ചൊല്ലിയും ജോലിയില്ലെന്ന കാരണം പറഞ്ഞും പ്രബിൻ ഉപദ്രവിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഭർത്താവിന്റെ ബന്ധുക്കൾ ഇതിനെല്ലാം കൂട്ടുനിന്നുവെന്നും ആരോപണമുണ്ട്. പ്രബിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം, വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നും നമ്മൾ അറിയുന്നത്. അതായത് അവളൊപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ഓരോന്നും എടുക്കാണ്ട് അത് കണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളൊക്കെ ഉണ്ട്. ശക്തമായ നടപടി. എൻ്റെ കുട്ടീനെ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അവന് വധശിക്ഷ വരെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. എന്നാൽ വിഷ്ണുജയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ പ്രബിന്റെ കുടുംബം തള്ളുന്നു. വിഷ്ണുജയും പ്രബിനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റാരോപണങ്ങൾ ശരിയല്ല എന്നുമാണ് ഇവരുടെ പ്രതികരണം. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് മഞ്ചേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രബിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയേക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 മലപ്പുറം. കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ഭർത്താവ് വാഹിദിന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് ഷഹാനയുടെ കുടുംബം. നിറത്തിന്റെ പേരിൽ ഷഹാന വലിയ തോതിൽ അപമാനിക്കപ്പെട്ടിരുന്നു. മറ്റൊരാൾക്ക് ഇനി ഇതുപോലെ ഉണ്ടാകരുതെന്നും ഷഹാനയുടെ കുടുംബം ന്യൂസ് 18 പറഞ്ഞു. ഇക്കഴിഞ്ഞ ജനുവരി 14 കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയത്. ആ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഭർത്താവിൻ്റെ അധിക്ഷേപങ്ങളും അവഗണനയുമായിരുന്നു. നിറം കുറവാണെന്ന് പറഞ്ഞും ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞ് കുട്ടിയെ മാനസികമായി തകർത്ത് കളഞ്ഞിരുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ സംഭവത്തിൽ ഊർജിതമായ നടപടി ഉണ്ടാവുകയും വിദേശത്തുള്ള ഭർത്താവ് വാഹിദിനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മോടൊപ്പം ഷഹാനയുടെ കുടുംബമാണ് ചേരുന്നത്. ഷഹാനയുടെ ഉമ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഉമ്മ വലിയ ഒരു വേദനയുടെ കുടുംബം കടന്നു പോകുന്നതെന്ന് അറിയാം. എന്താണ് നിലവിലുള്ളൊരു കേസിൻ്റെയൊക്കെ അവസ്ഥ? കേസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇതിൽ നടന്നുകൊണ്ടിരിക്കണേ. എൻ്റെ മോക്ക് നീതി കിട്ടണം. ഓലെ പീഡനം കൊണ്ട് സഹിച്ചോൾ മനസ്സിൽ വെച്ച് ഈ വാഹിദിനും അറിയാം, വാഹിദിന്റെ ഉമ്മാക്കും അറിയാം, എൻ്റെ മോക്കും അറിയാം. ഇനി ഓൾ ബന്ധം പിരിയാന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വീട്ടുകാർക്ക് മാത്രം അറിയില്ല. ഒരു ജൂലൈ 2 ഓളെ ബർത്ത്ഡേ അതുവരെ കുഴപ്പമില്ലോനെ. ബർത്ത്ഡേ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിട്ട്. പക്ഷെ ഞമ്മക്കറിയില്ല. മോള് നമ്മളെ മുന്നിൽ ഞാൻ ചോദിക്കുമോ ഞമ്മക്കുമായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ല. ഞാൻ വാട്സപ്പ് അയക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ റിപ്ലൈ തരും. പിന്നെ മോളോട് ചോദിക്കും വാവ വിളിച്ചല്ലേ ചോദിച്ചു. വിളിക്കലുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഓരോയായിട്ട്. പിന്നെ കുറേ കഴിഞ്ഞ് നമ്മളെ മുന്നിൽ പിന്നെ പഠിക്കാൻ ബേക്കോട്ടാൻ തുടങ്ങി. ഇങ്ങോട്ട് ഞാൻ ചോദിക്കുമ്പോഴും അപ്പോഴും ഓള് കാരണം പറയില്ല. പിന്നെ ഒരു ദിവസം ഓള് കരഞ്ഞ് സുബയോട് അടുത്ത് അന്ന് എൻ്റെ ആങ്ങളുടെ വീട്ടിലെ എക്സാം നവംബർ ഈ ജൂലൈയിൽ തുടങ്ങിയ സംഭവം നമ്മൾ അറിയണത് നവംബർ 14 സുബൈക്ക് അറിയണത്. അങ്ങോട്ട് കൊണ്ടുപോകാത്തത് കൊണ്ട് ഓള് ഇവിടെ തന്നെ നിൽക്കണത്, നമ്മളെ വീട്ടിൽ തന്നെയാണല്ലോ നിൽക്കണത്. ഓള് തമ്മിൽ നമ്മൾ ചോദിക്കുമ്പോൾ വിളിക്കലുണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ ഒരു ആൻസറാണ് ഓള് തരല്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഈ പഠിക്കാൻ കഴിയണില്ല എന്നുള്ളൊരു ഇഷ്യൂ ആണ് ആദ്യം നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിങ്ങനെ കൂടുതൽ ചകഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് അപ്പോൾ പിന്നെ ഓൻ്റെ ഉപ്പ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മളോട് പറഞ്ഞ് ഓളിനി കോളേജിലേക്ക് പോകാൻ കഴിയൂല, പഠിക്കാൻ കഴിയണില്ല എന്നാണ് പറയണത്. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ആയാലും എന്താ ശരിയാവൂലല്ലോ എന്നാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പോകാൻ കഴിയൂലെന്ന് ഒരു കുട്ടി പറയില്ലല്ലോ. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഒന്ന് സംസാരിക്കട്ടെ, അവളോട് ചോദിച്ചിട്ട് അവൾ ഇത് തന്നെയാണ് പറഞ്ഞത്, വേറെ ഒന്നും പറയണില്ല എന്ന്. അപ്പോൾ ഈ നവംബർ 14 അന്നാണ് ഓള് ഈ വിഷയം നമ്മളോട് ആദ്യമായിട്ട് പറയണത്. അന്ന് പൊട്ടി കരഞ്ഞിട്ട് ഓള് ഞങ്ങളോട് പറഞ്ഞു ഭാവിന്നെ വേണ്ടാന്ന് പറയുന്നുണ്ട്. നമ്മൾ അത്രയും അതായത് ജൂലൈയിൽ തുടങ്ങിയ പ്രശ്നം നവംബർ വരെ ഒരാളെ അറിയിക്കാതെ കുട്ടി ഒറ്റയ്ക്ക് ഡീൽ ചെയ്തു. ഇത് അറിഞ്ഞതിന് ശേഷം നവംബർ 14 ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം തന്നെ ഞങ്ങൾ കൗൺസിലിംഗ് ഒക്കെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം കൊണ്ടുപോയപ്പോൾ ഒരു പറഞ്ഞു ഇവർക്ക് ഉറക്കില്ല. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ബാലരാമപുരം കൊലപാതക കേസിൽ കുഞ്ഞിന്റെ അമ്മ ശ്രീതു അറസ്റ്റിൽ. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന കേസിലാണ് ശ്രീതുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊലക്കേസിൽ ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. കുട്ടിയുടേത് ആഭിചാര കൊലപാതകമാണോ എന്നതിൽ വ്യക്തത വരുത്താൻ തമിഴ്നാട്ടിലെ മന്ത്രവാദിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്.
4ാം ദിനവും ബാലരാമപുരം കൊലക്കേസിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. ദേവസ്വം ബോർഡിലെ ജീവനക്കാരി എന്നായിരുന്നു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീതു നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. കരാർ അടിസ്ഥാനത്തിൽ പോലും ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടില്ലാത്ത ശ്രീതു ജോലി വാഗ്ദാനം ചെയ്താണ് പലരിൽ പണം തട്ടിയത്. പണതവണകളായി 10 ലക്ഷം രൂപ തട്ടിയെന്നാണ് ബാലരാമപുരം സ്വദേശിയുടെ പരാതി. വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകളാണ് ശ്രീധുവിനെതിരെ ചുമത്തിയത്. 6 പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. തട്ടിപ്പിൽ ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. നേരത്തെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച കരിക്കകം സ്വദേശിയായ ജോത്സൻ ദേവിദാസിന് ഈ ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നു. ശ്രീധു രണ്ടാമതും വിവാഹിതയായി എന്ന ജോത്സന്റെ വെളിപ്പെടുത്തലിലും അന്വേഷണം നടക്കുന്നു. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നതിലും പരിശോധനയുണ്ട്. കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. മാനസിക ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്യാനാണ് നീക്കം. അടിക്കടി ഇയാൾ മൊഴി മാറ്റിയതും മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതും പോലീസിനെ കുഴപ്പിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മിഹിർ അഹമ്മദിന്റെ കുടുംബം അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. 3 വിദ്യാർത്ഥി സംഘങ്ങൾ നിരന്തരം അപമാനിച്ചിരുന്നതായി കുടുംബത്തിന്റെ മൊഴിയിൽ പറയുന്നു. സ്കൂൾ മാനേജ്മെന്റിനെതിരെയും മൊഴിയിൽ പരാമർശമുണ്ട്. കൊച്ചിയിലെത്തിയാണ് കുടുംബം മൊഴി നൽകിയത്. സ്കൂളിൽ നിരന്തരം ശല്യപ്പെടുത്തിയ വിദ്യാർത്ഥികളുടെ മുഴുവൻ വിശദാംശങ്ങളും കുടുംബം കൈമാറിയിട്ടുണ്ട്. ഇവരുടെ അപമാനവും പീഡനവും സഹിക്കാൻ കഴിയാതെയാണ് മെഹിർ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം നൽകിയിരിക്കുന്ന മൊഴി. മെഹിറിന്റെ മരണത്തെ വാട്സപ്പിലൂടെ അധിക്ഷേപിച്ച് മെസ്സേജ് അയച്ച വിദ്യാർത്ഥികൾക്കെതിരെയും നടപടികൾ വേണം. ഇത്രയൊക്കെ നടന്നിട്ടും അറിയാതിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റിനും അധ്യാപകർക്കുമെതിരെയും നിയമ നടപടികൾ വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. മുൻപ് പഠിച്ചിരുന്ന കാക്കനാട് ജെംസ് ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കണമെന്നും കുടുംബാംഗങ്ങളുടെ മൊഴിയിലുണ്ട്. നേരത്തെ ഇവർ നൽകിയ പരാതിയിലും ജെംസ് സ്കൂളിനെതിരെ പരാമർശമുണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പോലീസ് വൈസ് പ്രിൻസിപ്പളെ ചോദ്യം ചെയ്തിരുന്നു. കുടുംബത്തിന്റെ അന്വേഷണത്തിൽ ബോധ്യമായ കാര്യങ്ങളും അവർ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ആലുവ ഡിഇഒ സ്കൂളിലെത്തി കഴിഞ്ഞ ദിവസം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കേസിൽ വിദ്യാർത്ഥികളുടെ മൊഴിയെടുപ്പ് വൈകാനാണ് സാധ്യത. അവരുടെ പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിലാണിത്. ന്യൂസ് 18 കൊച്ചി. കൊച്ചി ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും. റാഗിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യയെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. ഇതിനായി കുടുംബാംഗങ്ങളും സ്കൂൾ അധികൃതരും നാളെ കളക്ടറേറ്റിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. ആലപ്പുഴയിൽ മകൻ കൊലപ്പെടുത്തിയ വൃദ്ധ മാതാപിതാക്കളുടെ മൃതദേഹം സംസ്കരിച്ചു. വീടിന് സമീപത്തായി ഒറ്റ ചിതയൊരുക്കിയാണ് 2 പേരെയും സംസ്കരിച്ചത്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് പിതാവ് രാഘവനെയും അമ്മ ഭാരതിയെയും മകൻ കൊലപ്പെടുത്തിയത്. രാവിലെ 10 മണിയോടെയാണ് രാഘവന്റെയും ഭാര്യ ഭാരതിയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത്. തുടർന്ന് കത്തിയമർന്ന വീടിന് സമീപത്തായി ഒറ്റ ചിതയിൽ സംസ്കാരം. ഗോദാവരി, സരസ്വതി, നർമ്മദേ, സിന്ധു, കാവേരി, ജലേസ്മിൻ. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങി നിരവധി ആളുകൾ വൃദ്ധദമ്പതികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. മകൻ വിജയന് മാത്രമാണ് കൃത്യത്തിൽ പങ്കെന്നാണ് പോലീസ് നിഗമനം. ഇന്നലെ തന്നെ ഇതു സംബന്ധിച്ച തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. തെളിവെടുപ്പും പൂർത്തിയാക്കി. കൊലപാതകം, വീടിന് തീവെക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. ആൺ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചോറ്റാനിക്കരയിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ്. റിമാൻഡിലുള്ള സുഹൃത്ത് അനൂപിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കൊലപാതകമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതി അനൂപിനെതിരെ ചുമത്താവുന്ന വകുപ്പുകൾ നിശ്ചയിക്കാൻ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. മരണകാരണം കെട്ടിത്തൂങ്ങിയതാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊലക്കുറ്റം ഒഴിവാക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചപ്പോൾ പ്രതി ഷാൾ മുറിച്ച് പെൺകുട്ടിയെ താഴേക്കിട്ടതാണ് കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം. എന്നാൽ മരണത്തിനു മുൻപ് പെൺകുട്ടിക്ക് ക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. ലൈംഗിക അതിക്രമത്തിനും ശ്രമമുണ്ടായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അബോധാവസ്ഥയിലായ പെൺകുട്ടിക്ക് കൃത്യസമയത്ത് വൈദ്യസഹായം നൽകാൻ പ്രതി തയ്യാറാകാതിരുന്നതും ആരോഗ്യനില മോശമാക്കി. ആദ്യ എഫ്ഐആറിൽ പ്രതിക്കെതിരെ വധശ്രമവും ബലാത്സംഗവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമായിരിക്കും ഇനി തുടർ നടപടികളുണ്ടാകുക. ഇയാളെ വീട്ടിൽ കൊണ്ടുവന്നു വിട്ട സുഹൃത്തിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്ത്
സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. പെൺകുട്ടിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി ആരോടെങ്കിലും സംസാരിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ചോര പുരണ്ട ജനുവരി. അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് ഒരു നടുക്കത്തോടുകൂടിയാണ് കേരളം കേൾക്കുന്നത്. ബാലരാമപുരത്ത് കിണറ്റിലിട്ട് കൊന്ന ദേവേന്ദുവെന്ന 2.5 വയസ്സുകാരി മുതൽ മഞ്ചേരി പുൽപ്പറ്റയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ട 3 മാസം പ്രായമായ ആദ്രിദേവ് വരെയുള്ള മുഖങ്ങൾ ആർക്കും മറക്കാനാവില്ല. മലയാളിയുടെ മനസാക്ഷി മരവിച്ചോ എന്ന ചോദ്യമാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണ്ട് കേരളം ഞെട്ടിവിറയ്ക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടിനു മുകളിൽ ശാപത്തിന്റെ കരുനിഴൽ. പുരോഗമന കാഴ്ചപ്പാടുകളിൽ ഇന്ത്യക്ക് മാതൃക എന്നൂറ്റം കൊണ്ട സംസ്ഥാനം മനോനില തെറ്റിയ കുറ്റവാളികളുടെ കേളിഗൃഹമായി മാറിയെന്ന് ഒരമ്പരപ്പോടെയെങ്കിലും നാം തിരിച്ചറിയുന്നു. പുതുവത്സരം പിറക്കുന്ന ആഘോഷത്തിന്റെ മനോഹര നിമിഷത്തിലും കേരളത്തിൽ ഒരു കൊലപാതകം നടക്കുകയായിരുന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പുതുവത്സരം ആഘോഷിക്കാനെത്തിയ പ്രായപൂർത്തിയാകാത്ത 2 വിദ്യാർത്ഥികൾ 30-കാരനെ കുത്തിക്കൊന്നു. മുള്ളൂർക്കരയിൽ ന്യൂ ഇയർ ആശംസിക്കാത്ത സുഹൃത്തായ യുവാവിനെ കാപ്പ കേസ് പ്രതി 24 തവണ കുത്തി. പത്തനംതിട്ടയിൽ 13 വയസ്സു മുതൽ താൻ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് വെളിപ്പെടുത്തിയ 18-കാരി പറഞ്ഞത് 64 പേരുകൾ. ഒരു പെൺകുട്ടിയെ ഇത്രയധികം പേർ ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്ന സംഭവം അപൂർവം. പക്ഷേ അതും കേരളത്തിൽ നടക്കുന്നു. ചേന്നമംഗലം കൂട്ടക്കൊലയിൽ പശ്ചാത്താപമില്ലെന്നാണ് പ്രതി ഋതു ജയൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അയൽവാസികളായ 3 പേരെ കൊന്ന ശേഷം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 4-മത്തെയാൾ മരിക്കാത്തതിലാണ് പ്രയാസമെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. വൈക്കത്ത് ഹണി ട്രാപ്പിൽ വൈദികനെ കുടുക്കിയ യുവതിയും സുഹൃത്തും പലപ്പോഴായി തട്ടിയത് 41 ലക്ഷം രൂപ. തലശ്ശേരിയിൽ ജനിപ്പിച്ച കുറ്റത്തിന് അമ്മയ്ക്ക് മകൻ നൽകിയ ശിക്ഷ മരണം. കഠിനംകുളത്ത് പൂജാരിയുടെ ഭാര്യയെ സുഹൃത്ത് ജോൺസൺ കൊലപ്പെടുത്തിയത് കഴുത്തിൽ കത്തികുത്തിയിറക്കി. നെന്മാറയിലെ കൊലയാളി ചെന്താമര വിശ്വസിക്കുന്നത് താൻ ഒരു കടുവയാണെന്നാണ്. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയെ കാമുകൻ ചുറ്റിക കൊണ്ടടിച്ചു കൊന്നത് ഇഞ്ചിഞ്ചായി. അതിനിടയിലും ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചു. ഇങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധരെ വരെ കൊല്ലാൻ മടിയില്ലാത്ത നാടായി മലയാളക്കര മാറിക്കഴിഞ്ഞു. നീതിബോധമില്ലാത്ത, നിയമ സംവിധാനത്തെ ബഹുമാനിക്കാത്ത ഹീനനീച നികൃഷ്ട ജന്മങ്ങളായി മാവേലി നാട്ടിലെ മക്കൾ പരിണമിച്ചത് ആശ്ചര്യമെങ്കിലും സത്യം. കേരളത്തെ വീണ്ടെടുക്കാൻ, മനസാക്ഷിയെ തിരിച്ചുപിടിക്കാൻ കാത്തുനിൽക്കുകയോ ഈ നാട്? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. പ്രബുദ്ധ കേരളം എന്നാണ് മറ്റുള്ളവർ നമ്മൾ മലയാളികളെ വിശേഷിപ്പിക്കാറുള്ളത്. സാക്ഷരതയിൽ, ഉന്നത വിദ്യാഭ്യാസത്തിൽ, സാമൂഹിക സാമ്പത്തിക സൂചികയിൽ എല്ലാം നമ്മൾ മലയാളികൾ, കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണ്. എന്നാൽ 2025 പിറന്നതിന് ശേഷം കഴിഞ്ഞ 1 മാസക്കാലം മലയാളികൾ കണ്ടും കേട്ടും അറിഞ്ഞ വാർത്തകളിൽ അധികവും മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ചോര പുരണ്ട വാർത്തകൾ മാത്രമായിരുന്നു. എന്താണ് അതിന് കാരണം? ഒന്ന് തിരിഞ്ഞു നോക്കുക. മയക്കുമരുന്ന് വാങ്ങാൻ പണം നൽകാത്തതിന് സ്വന്തം അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ മകൻ. തിരുവനന്തപുരത്ത് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ ജീവനോടെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് സ്വന്തം അമ്മാവൻ ആയിരുന്നു. എറണാകുളത്ത് സഹപാഠികളുടെ അതിക്രൂരമായ റാഗിങ്ങിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയുടെ മരണത്തെ ആഘോഷമാക്കി മാറ്റിയ കൂട്ടുകാർ. ഒരു കാര്യം വ്യക്തമാണ്, പ്രായഭേദം എന്നേ മലയാളികളുടെ മനോനിലയിൽ കാര്യമായ തകരാർ സംഭവിക്കുന്നുണ്ട്. എന്താണ് അതിന് കാരണം? ആരാണ് ഉത്തരവാദികൾ? ഞങ്ങൾ വിശദമായി പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് ഒരു നടുക്കത്തോടെ മാത്രമേ കേരളത്തിന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാലരാമപുരത്ത് കിണറ്റിലിട്ട് കൊന്ന ദേവനന്ദ എന്ന 2.5 വയസ്സുകാരി മുതൽ മഞ്ചേരി പുൽപ്പറ്റയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 3 മാസം മാത്രം പ്രായമുള്ള ആദിദേവ് വരെയുള്ള മുഖങ്ങൾ ആർക്കും
മറക്കാൻ കഴിയില്ല. മലയാളിയുടെ മനസാക്ഷി മരവിച്ചോ എന്ന ചോദ്യമാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണ്ട് കേരളം ഞെട്ടിവിറയ്ക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടിനു മുകളിൽ ശാപത്തിന്റെ കരുനിഴൽ. പുരോഗമന കാഴ്ചപ്പാടുകളിൽ ഇന്ത്യക്ക് മാതൃക എന്നൂറ്റം കൊണ്ട സംസ്ഥാനം മനോനില തെറ്റിയ കുറ്റവാളികളുടെ കേളിഗൃഹമായി മാറിയെന്ന് ഒരമ്പരപ്പോടെയെങ്കിലും നാം തിരിച്ചറിയുന്നു. പുതുമത്സരം പിറക്കുന്ന ആഘോഷത്തിന്റെ മനോഹര നിമിഷത്തിലും കേരളത്തിൽ ഒരു കൊലപാതകം നടക്കുകയായിരുന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പുതുവത്സരം ആഘോഷിക്കാനെത്തിയ പ്രായപൂർത്തിയാകാത്ത 2 വിദ്യാർത്ഥികൾ 30-കാരനെ കുത്തിക്കൊന്നു. മുള്ളൂർക്കരയിൽ ന്യൂ ഇയർ ആശംസിക്കാത്ത സുഹൃത്തായ യുവാവിനെ കാപ്പ കേസ് പ്രതി 24 തവണ കുത്തി. പത്തനംതിട്ടയിൽ 13 വയസ്സ് മുതൽ താൻ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് വെളിപ്പെടുത്തിയ 18-കാരി പറഞ്ഞത് 64. തിരികെ വാർത്തയിലേക്ക്. വിധി എഴുതാൻ ഡൽഹി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ വോട്ടുറപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ. ആദായ നികുതി ഇളവ് ഡൽഹിയിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിയായിരുന്നു ഇന്ന് ഡൽഹിയിലെ പ്രചാരണ രംഗത്ത് പ്രധാനം. ഫെബ്രുവരി 5-ന് വസന്തം വിരിയുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. साथियों, बसंत पंचमी के साथ ही मौसम बदलना शुरू हो जाता है. तीन दिन बाद 5 फरवरी को दिल्ली में विकास का नया बसंत आने वाला है. എന്നാൽ അതേസമയം ആം ആദ്മി പ്രവർത്തകരെ ആക്രമിച്ച ബിജെപി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ER രാഗേഷ് ചേരും. പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ ഡൽഹിയിൽ പ്രചാരണം ശക്തമാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ന് ഏതായാലും ആർകെപുരത്തെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രത്യേകിച്ച് MLA-മാരുടെ രാജി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ ആയുധമാക്കിയിരിക്കുകയാണ് ആ വിഷയം. കാരണം മോദി ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തെ ഉപയോഗിച്ചായിരുന്നു മോദിയുടെ വിമർശനം. അതായത് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ചൂലാണ്, പക്ഷേ ഈ ചൂടിന്റെ കെട്ടഴിഞ്ഞു പോയ നിലയിലായിരിക്കുകയാണ് കാര്യങ്ങൾ എന്ന വിമർശനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. കാരണം 8 MLA-മാരാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചതും പിന്നീട് BJP-യുടെ ഭാഗമായതും. ഏതായാലും ആ വിഷയം ആയുധമാക്കുകയാണ് നരേന്ദ്രമോദി. കാരണം 11 വർഷമായി ഡൽഹിയുടെ വികസനം മുടക്കുകയാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ വസന്ത പഞ്ചമി വരുന്നതോടുകൂടി ഡൽഹിയിൽ വസന്തം, തണുപ്പ് മാറി വസന്തം വരുന്നതുപോലെ പുതിയ വസന്തം, വികസനത്തിന്റെ പുതിയ വസന്തം വരും ഡൽഹിയിൽ എന്നാണ് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഏതായാലും നാളെ പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രത്യേകിച്ച് വിവിധ മന്ത്രിമാരെ, പഞ്ചാബിൽ നിന്നടക്കമുള്ള മന്ത്രിമാരെ അടക്കം ആം ആദ്മി പാർട്ടിക്കായി ഇവിടെ പ്രചാരണ രംഗത്തുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു. ഇത്തവണ അവിടെ ഭരണം നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പ്രചാരണം നടക്കുന്നുണ്ട്. കോൺഗ്രസും തിരിച്ചുവരവിന്റെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിലെങ്കിലും നിർണായകമായ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ 3 മുൻനിര വിക്കറ്റുകൾ വീഴ്ത്തുമെന്ന് കൽക്കാജി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷയുമായ അൽക്ക ലാംബ ന്യൂസ് 18-നോട്. കെജ്രിവാളും മനീഷ് സിസോദിയും പരാജയപ്പെടും. കൽക്കാജിയിൽ അതിഷിയെ താൻ അട്ടിമറിക്കും. പരാജയപ്പെട്ട ജനപ്രതിനിധിയാണ് അതിഷി. ഡൽഹിയിൽ കോൺഗ്രസ് തിരിച്ചുവരുമെന്നും അൽക്ക ലാംബ ന്യൂസ് 18-നോട്. കൽക്കാജി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി അതിഷിയെ നേരിടുന്നത് മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബയാണ്. I'm 100% confident about the victory of Congress in Delhi and Alka is going to become Kalkaji's MLA. I'm 100% confident because I'm fighting this election on the basis of the issues which really concern, with the people. Like they are not getting clean water, drinking water, which is the basic need of the people of Kalkaji and Delhi. They are not getting a clean air to breathe. This became again a crime capital. Arvind Kejriwal, liquor scam, they dragged Delhi into, bad shape and position that this time people really want a change.
They are not seeing any development in the last 10 years in the rule of BJP and Aam Aadmi Party. Now people are remembering Sheila Dikshit's tenure of 15 years. She made Delhi, she brought metro, flyovers and green Delhi. But in last 2 elections, Congress failed to secure a single seat. You know, when Rahul ji started the Bharat Jodo Yatra, Bharat Jodo Nyaya Yatra, before that, people were not thinking that Congress will do a comeback. And BJP was giving a slogan of Ab ki baar 400 they will cross. They didn't get even a full majority, and Congress got 100 seats in the Lok Sabha. So same like people were not like Kejriwal having not even a single vote, no supporter, no voter, and no MLA, no MP in 2013. Now he is in the power. Definitely, Congress will also do a comeback, and we will start from zero and will reach where that Kejriwal is today, and he's coming down. You were an MLA from Chandni Chowk. Yeah. Why did you change one? I didn't change, but my party want me to contest from Kalkaji. My first election was from Moti Nagar. Second was Chandni Chowk. Third from Kalkaji, because I born brought up in Delhi. I have no personal, any enmity or anything against Biduri or Atishi Marlina. I'm fighting on the basis of this developmental issue. Atishi Marlina is a failed public representative. She was ML, she's MLA, she became a minister, she became chief minister. But Arvind Kejriwal told she's a temporary because he knows that she didn't do well in her constituency. BJP candidate Ramesh Biduri made some statement against Adishi and Priyanka Gandhi. What's your take on it? He insulted the women, and people in Kalkaji didn't accept this insult of women. They came out, they raised up their voice, and that's how the BJP came into pressure and forced Biduri to ask for apologies, and he did. Yamuna is also a coal issue in Delhi, and Kejriwal made some allegations against Haryana government. What's your... Nobody is putting the poison in the Yamuna. It's you, Kejriwal. In the last 10 years, you and BJP both have to work together to clean the Yamuna, and you both were failed. ഡൽഹിയിൽ കോൺഗ്രസ് അത്ഭുതം കാട്ടും. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും അതിഷിയും പരാജയപ്പെടുമെന്ന പ്രതീക്ഷയാണ് മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ കൂടിയായ അൽക്കലാമ്പ പങ്കുവയ്ക്കുന്നത്. KP ദിനേശിനൊപ്പം കൽക്കാജിയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. കുംഭമേളയ്ക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന സംശയത്തിൽ UP സർക്കാർ തിക്കും തിരക്കും സൃഷ്ടിക്കാൻ മനഃപൂർവ്വമായ ശ്രമമുണ്ടായെന്ന സംശയത്തിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും. വിശദമായി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മഹാകുംഭമേളയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട 30 പേരാണ് മരിച്ചത്. ദുരന്തത്തെ തുടർന്ന് UP സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും അതിരൂക്ഷമായ ഭാഷയിലാണ് സംഘാടനത്തെ വിമർശിച്ചത്. ഇതിനിടെയാണ് സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം യോഗി ഉയർത്തുന്നത്. തിക്കും തിരക്കും സൃഷ്ടിക്കാൻ ബാഹ്യ ഇടപെടലുണ്ടായെന്നാണ് സംശയിക്കുന്നത്. സനാതനധർമ്മത്തെയും കുംഭമേളയും ഇടിച്ചു താഴ്ത്താൻ ഒരു ഗൂഢാലോചനയ്ക്കും കഴിയില്ലെന്നും അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചുവെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. പോലീസും സംഭവത്തെക്കുറിച്ച് സമാന്തര അന്വേഷണം നടത്തും. मैं पूछना चाहता हूं उन लोगों से, कौन वे लोग थे जिन्होंने देश के अंदर सनातन धर्म से जुड़े हुए उन मानबिंदुओं को नष्ट करने का काम किया था, और क्यों किया था, उसके पीछे की नियत क्या थी? उसके पीछे की नियति अपने बर्बरक कृत्यों को अंजाम देकर के पूरी धरती को नरक बनाने की साजिश का हिस्सा था. ദുരന്തത്തിലെ ജുഡീഷ്യൽ അന്വേഷണം റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കും. 3-അംഗ സംഘം പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടി. DGPയും UP ചീഫ് സെക്രട്ടറിയും കുംഭമേള നഗരി സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മെക്സിക്കോ, കാനഡ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്തിയ യുഎസിന് അതേ നാണയത്തിൽ മറുപടി. അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% തീരുവ കാനഡയും പ്രഖ്യാപിച്ചു. മെക്സിക്കോയും സമാന തീരുമാനം പരിഗണിക്കുകയാണ്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക 10% തീരുവ വർദ്ധിപ്പിച്ചു. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര നികുതി യുദ്ധം ആഗോളതലത്തിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വീണ്ടും വിവാദ ഉത്തരവുമായി ഡൊണാൾഡ് ട്രംപ്. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ കാനഡ, മെക്സിക്കോ, ചൈന രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഉയർത്തി. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾ, സെമി കണ്ടക്ടറുകൾ, എണ്ണ, ഗ്യാസ് എല്ലാത്തിനും ബാധകം. തീരുമാനം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ കാനഡയുടെ മറുപടി. അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കാനഡയും 25% നികുതി ഏർപ്പെടുത്തി. 2 ഘട്ടങ്ങളായി ഇത് നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപനം. I am announcing Canada will be responding to the U.S. trade action
with 25% tariffs against $155 billion worth of American goods. 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുന്നത് മെക്സിക്കോയും പരിഗണിക്കുകയാണ്. മെക്സിക്കൻ പ്രസിഡന്റ് ധനമന്ത്രിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും 10% അധിക തീരുവയാണ് US ഏർപ്പെടുത്തിയത്. നികുതി യുദ്ധം ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യില്ലെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഇന്ത്യ, റഷ്യ, യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ളവർക്കും സമാനമായ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുന്നത് പരിഗണനയിലുണ്ടെന്ന് നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതോടെ വ്യാപാര യുദ്ധം ലോകരാജ്യങ്ങൾക്കിടയിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. യുക്രൈനെ ഒഴിവാക്കിയുള്ള US റഷ്യ ചർച്ചകൾക്കെതിരെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഇത്തരം നീക്കങ്ങൾ അപകടകരമാണെന്ന് സെലൻസ്കി മുന്നറിയിപ്പ് നൽകി. ഇരു രാജ്യങ്ങൾക്കും ഏതു വിഷയത്തിലും ചർച്ചകളാകാം, എന്നാൽ യുദ്ധം സംബന്ധിച്ച ചർച്ചകൾക്ക് യുക്രൈനെ അവഗണിക്കരുത്. അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കിയുടെ പ്രതികരണം. വെടിനിർത്തൽ ചർച്ചകൾക്ക് റഷ്യയ്ക്ക് താൽപര്യമില്ല എന്നും സെലൻസ്കി വിമർശിച്ചു. അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് നിലനിർത്തി ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയാണ് ഇന്ത്യ കപ്പ് ഉയർത്തിയത്. 9 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 83 റൺസ് വിജയലക്ഷ്യം 11.2 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. കളിയുടെ സർവേകളിലും ആധിപത്യം പുലർത്തിയ ഇന്ത്യൻ വനിതകൾക്ക് 3-ൽ ദക്ഷിണാഫ്രിക്ക നിഷ്പ്രഭമായി. ടൂർണമെന്റിലുടനീളം മിന്നും ഫോം കാഴ്ചവെച്ച മലയാളി താരം പേസ് ബൌളറുമായ VJ ജോഷിത കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഇടവേള. പ്രബുദ്ധ കേരളം എന്നാണ് മറ്റുള്ളവർ നമ്മൾ മലയാളികളെ വിശേഷിപ്പിക്കാറുള്ളത്. സാക്ഷരതയിൽ, ഉന്നത വിദ്യാഭ്യാസത്തിൽ, സാമൂഹിക സാമ്പത്തിക സൂചികയിൽ എല്ലാം നമ്മൾ മലയാളികൾ, കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണ്. എന്നാൽ 2025 പിറന്നതിന് ശേഷം കഴിഞ്ഞ ഒരു മാസക്കാലം മലയാളികൾ കണ്ടും കേട്ടും അറിഞ്ഞ വാർത്തകളിൽ അധികവും മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ചോര പുരണ്ട വാർത്തകൾ മാത്രമായിരുന്നു. എന്താണ് അതിന് കാരണം? ഒന്ന് തിരിഞ്ഞു നോക്കുക. മയക്കുമരുന്ന് വാങ്ങാൻ പണം നൽകാത്തതിന് സ്വന്തം അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ മകൻ. തിരുവനന്തപുരത്ത് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ ജീവനോടെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് സ്വന്തം അമ്മാവൻ ആയിരുന്നു. എറണാകുളത്ത് സഹപാഠികളുടെ അതിക്രൂരമായ റാഗിങ്ങിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയുടെ മരണത്തെ ആഘോഷമാക്കി മാറ്റിയ കൂട്ടുകാർ. ഒരു കാര്യം വ്യക്തമാണ്, പ്രായഭേദം എന്നേ മലയാളികളുടെ മനോനിലയിൽ കാര്യമായ തകരാർ സംഭവിക്കുന്നുണ്ട്. എന്താണ് അതിന് കാരണം? ആരാണ് ഉത്തരവാദികൾ? ഞങ്ങൾ വിശദമായി പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് ഒരു നടുക്കത്തോടെ മാത്രമേ കേരളത്തിന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാലരാമപുരത്ത് കിണറ്റിലിട്ട് കൊന്ന ദേവനന്ദ എന്ന 2.5 വയസ്സുകാരി മുതൽ മഞ്ചേരി പുൽപ്പറ്റയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 3 മാസം മാത്രം പ്രായമുള്ള ആദിദേവ് വരെയുള്ള മുഖങ്ങൾ ആർക്കും മറക്കാൻ കഴിയില്ല. മലയാളിയുടെ മനസാക്ഷി മരവിച്ചോ എന്ന ചോദ്യമാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണ്ട് കേരളം ഞെട്ടിവിറയ്ക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടിനു മുകളിൽ ശാപത്തിന്റെ കരിനിഴൽ. പുരോഗമന കാഴ്ചപ്പാടുകളിൽ ഇന്ത്യക്ക് മാതൃക എന്നൂറ്റം കൊണ്ട സംസ്ഥാനം മനോനില തെറ്റിയ കുറ്റവാളികളുടെ കേളിഗൃഹമായി മാറിയെന്ന് ഒരമ്പരപ്പോടെയെങ്കിലും നാം തിരിച്ചറിയുന്നു. പുതുമത്സരം പിറക്കുന്ന ആഘോഷത്തിന്റെ മനോഹര നിമിഷത്തിലും കേരളത്തിൽ ഒരു കൊലപാതകം നടക്കുകയായിരുന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പുതുവത്സരം ആഘോഷിക്കാനെത്തിയ പ്രായപൂർത്തിയാകാത്ത 2 വിദ്യാർത്ഥികൾ 30-കാരനെ കുത്തിക്കൊന്നു. മുള്ളൂർക്കരയിൽ ന്യൂ ഇയർ ആശംസിക്കാത്ത സുഹൃത്തായ യുവാവിനെ കാപ്പ കേസ് പ്രതി 24 തവണ കുത്തി. പത്തനംതിട്ടയിൽ 13 വയസ്സ് മുതൽ താൻ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് വെളിപ്പെടുത്തിയ 18-കാരി പറഞ്ഞത് 64 പേരുകൾ. ഒരു പെൺകുട്ടിയെ ഇത്രയധികം പേർ ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്ന സംഭവം അപൂർവം. പക്ഷേ അതും കേരളത്തിൽ നടക്കുന്നു.
ചേന്നമംഗലം കൂട്ടക്കൊലയിൽ പശ്ചാത്താപമില്ലെന്നാണ് പ്രതി ഋതു ജയൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അയൽവാസികളായ 3 പേരെ കൊന്ന ശേഷം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 4-മത്തെയാൾ മരിക്കാത്തതിലാണ് പ്രയാസമെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. വൈക്കത്ത് ഹണി ട്രാപ്പിൽ വൈദികനെ കുടുക്കിയ യുവതിയും സുഹൃത്തും പലപ്പോഴായി തട്ടിയത് 41 ലക്ഷം രൂപ. തലശ്ശേരിയിൽ ജനിപ്പിച്ച കുറ്റത്തിന് അമ്മയ്ക്ക് മകൻ നൽകിയ ശിക്ഷ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് മന്ത്രി MP രാജേഷിന്റെ മറുപടി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലായി പോയതിന്റെ ശിക്ഷയാണ് കേരളം അനുഭവിക്കുന്നതെന്ന് ജോർജ് കുര്യൻ തന്നെ സമ്മതിക്കുകയാണ്. കേരളം മുൻപിലായത് BJPയും അവരുടെ രാഷ്ട്രീയവും ഇവിടെ വേരുപിടിക്കാത്തത് കൊണ്ടാണെന്നും അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്നും MP രാജേഷ്. കേരളത്തോട് ക്രൂരമായിട്ടുള്ള അവഗണനയും വിവേചനവും കാണിച്ചിട്ട് നിങ്ങൾ പിന്നാക്കമാണെന്ന് പറഞ്ഞാൽ തരാം, എന്താ ഭിക്ഷ തരുന്നതാണ്? എന്താ ജോർജ് കുര്യന്റെ ധാരണ? കേരളത്തിൽ നിന്ന് കൂടി പിരിച്ചെടുക്കുന്ന നികുതിയുടെ വിഹിതമാണല്ലോ നമ്മൾ ആവശ്യപ്പെടുന്നത്, ഔദാര്യമല്ലല്ലോ. അപ്പൊ ഭിക്ഷ തരുന്നത് പോലെയാണ് പറയുന്നത്. ജോർജ് കുര്യൻ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഫെഡറൽ സംവിധാനമാണ്, സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട് എന്നതാണ്. അപ്പൊ ജോർജ് കുര്യൻ തന്നെ ഒരു കാര്യം സമ്മതിക്കുകയാണ്, BJP ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുമ്പിലായി പോയതിനുള്ള ശിക്ഷയാണ് കേരളത്തിന് നൽകുന്നത് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. നിങ്ങൾ പിന്നിലാണെന്ന് പറ, നിങ്ങളൊന്ന് താഴ്ന്നു നിൽക്ക് എന്നല്ലേ പറയുന്നതിനർത്ഥം. ബ്രൂവറി അനുമതിയിലെ വ്യത്യസ്ത അഭിപ്രായം CPI മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിൽ അറിയിക്കും. പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് നീക്കം. ഇടതുമുന്നണി നേതൃത്വത്തെ എതിർപ്പറിയിക്കാൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറിക്കും മന്ത്രിമാർക്കുമെതിരെ പാർട്ടിക്കുള്ളിൽ ഉയർന്ന പ്രതിഷേധം തണുപ്പിക്കാനാണ് ഈ നീക്കം. ബ്രൂവറി പദ്ധതിയെപ്പറ്റി അറിഞ്ഞിട്ടും അതിലെ ദോഷവശങ്ങൾ മനസ്സിലാക്കാതെ അനുമതി നൽകാൻ ഒപ്പം കൂടിയ നേതൃത്വത്തിനും മന്ത്രിമാർക്കുമെതിരെ കടുത്ത അമർഷമാണ് CPIക്കുള്ളിൽ. കുടിവെള്ള ചൂഷണം, കൃഷിക്ക് പ്രതിസന്ധി തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് CPIയുടെ പാലക്കാട് ജില്ലാ നേതൃത്വം പദ്ധതി എതിർക്കുന്നത്. പാർട്ടിയോട് ആലോചിക്കാതെ എടുത്ത തീരുമാനമെന്ന് പറഞ്ഞ് CPMനെ പഴിചാരി രക്ഷപ്പെടാനും കഴിയില്ല. മന്ത്രിസഭാ യോഗത്തിന്റെ തലേ ദിവസം മന്ത്രിമാർക്ക് ക്യാബിനറ്റ് നോട്ട് ലഭിച്ചു. ചൊവ്വാഴ്ചകളിലെ പതിവ് പാർട്ടി ഫ്രാക്ഷനിൽ സംസ്ഥാന സെക്രട്ടറിയോട് മന്ത്രിമാർ അഭിപ്രായവും തേടി. അതും പോരാഞ്ഞ് എക്സൈസ് മന്ത്രി MP രാജേഷ് MN സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതൊക്കെ കൊണ്ടാണ് CPI ആദ്യം പദ്ധതി എതിർക്കാതിരുന്നത്. പക്ഷേ പാലക്കാട്ടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാക്കുന്നതും കാർഷിക മേഖലയെ താറുമാറാക്കുന്നതുമാണ് പദ്ധതി എന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റി നിലപാടെടുത്തതോടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അതിനാണ് പിന്തുണ കൂടുതൽ ലഭിച്ചത്. അതുകൊണ്ടാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോടും മുന്നണിയോടും ആവശ്യപ്പെടാൻ CPI തീരുമാനിച്ചത്. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടെടുക്കുന്ന CPMനും സർക്കാരിനുമുള്ള പ്രതിസന്ധിക്ക് സമാനമാണ് CPI നേതൃത്വം നേരിടുന്നതും. പറ്റിയ തെറ്റിന് പ്രായശ്ചിത്തമെന്ന വണ്ണമാണ് പ്ലാന്റ് വിരുദ്ധ നിലപാടുമായി ഇപ്പോൾ നേതൃത്വം രംഗത്ത് വരുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്ന ആശങ്കയും ബാക്കി. ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ CPM ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചർച്ച എന്നു നടക്കുമെന്ന് ഉറപ്പില്ല. ചർച്ചയിൽ രണ്ടു പാർട്ടികളും നിലപാടിൽ ഉറച്ചു നിന്നാൽ മുന്നണിയിലും അത് പ്രതിസന്ധിയാകും. CPIക്കൊപ്പം RJDയും പ്ലാന്റ് വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത്. CPMനെ തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ CPIക്കുള്ളിൽ ബിനോയ് വിശ്വത്തിനും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരും. മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പുതിയ നിലപാട് പറഞ്ഞാൽ തീരുമാനമെടുത്ത മന്ത്രിസഭാ യോഗത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന ചോദ്യമാകാം മുഖ്യമന്ത്രിയിൽ നിന്നും CPMൽ നിന്നും ഉയരുന്നത്. ചുരുക്കത്തിൽ വലിയ പ്രതിസന്ധിയാണ് CPMും CPIയും ഒപ്പം മുന്നണിയും നേരിടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ C കൃഷ്ണകുമാറിന് താൽപര്യമുണ്ടായിരുന്നില്ലെന്ന് പ്രശാന്ത് ശിവൻ. വ്യക്തിപരമായി താൽപര്യമില്ലാതിരുന്നിട്ടും BJP കേന്ദ്ര ഘടകം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു തെറ്റുപറ്റിയിട്ടുമില്ല എന്നും മറിച്ചുള്ള വാദങ്ങൾ വെറും അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ന്യൂസ് 18 Q18 പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റിന്റെ പ്രതികരണം. ഇംഗ്ലണ്ടിനെതിരായ 5ാം T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറി കരുത്തിലാണ് കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയത്. നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 247 റൺസ് എടുത്തു. 37 പന്തിലായിരുന്നു അഭിഷേകിന്റെ സെഞ്ചുറി. 13 സിക്സും 7 ഫോറും ഉൾപ്പെടെ 135 റൺസ് എടുത്താണ് അഭിഷേക് ശർമ്മ പുറത്തായത്. സഞ്ജു സാംസൺ 16, ശിവം ദുബായ് 30 റൺസ് എടുത്തും പുറത്തായി. കൊച്ചി ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ ജെംസ് മോഡൽ അക്കാദമി വൈസ് പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിനു അസീസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മിഹിർ സ്കൂൾ മാറിയത് വൈസ് പ്രിൻസിപ്പൽമാരുമായി പ്രശ്നമുണ്ടായതിനെ തുടർന്നാണെന്ന് കണ്ടെത്തിയിരുന്നു.
പകുതി വിലയിൽ സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണൻ പരാതിക്കാർക്ക് അയച്ച ശബ്ദ സന്ദേശം പുറത്ത്. പോലീസ് സ്റ്റേഷനിൽ ഇരുന്നാണ് പരാതിക്കാർക്ക് പ്രതി ശബ്ദ സന്ദേശങ്ങൾ അയച്ചത്. തനിക്കെതിരെ പരാതികൾ അധികമായാൽ പുറത്തിറങ്ങാൻ വൈകുമെന്നും താൻ പുറത്തിറങ്ങിയാലേ എല്ലാവർക്കും പണം തിരികെ നൽകാൻ കഴിയൂ എന്നും പ്രതി പരാതിക്കാരോട് അഭ്യർത്ഥിച്ചു. പരാതിയുടെ മേൽ പരാതികളായിട്ട് പോയാൽ എനിക്ക് പ്രശ്നങ്ങൾ സാധിക്കുകയില്ല, എനിക്ക് പുറത്തു വരവ് സാധ്യമാകില്ല. ഞാൻ പുറത്തു വന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ തീർക്കാനുള്ളത് എന്നെ സഹായിക്കാൻ ആളുകളുണ്ട്, കമ്പനികളുണ്ട്, അതുകൂടാതെ ധാരാളം സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്നെ പരമാവധി ഉപദ്രവിക്കരുത്. ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇടുക്കിയിലെ നെടുങ്കണ്ടം, കമ്പംമെട്ട്, ഉടുമ്പൻചോല സ്റ്റേഷനുകളിൽ നിരവധി സ്ത്രീകളാണ് അനന്തു കൃഷ്ണനെതിരെ പരാതി നൽകിയത്. സീഡ് എന്ന പേരിൽ വിവിധ മേഖലകളിൽ സൊസൈറ്റികൾ രൂപീകരിച്ച് കോടികളുടെ തട്ടിപ്പാണ് അനന്തു കൃഷ്ണൻ നടത്തിയത്. ഇയാളെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് വിവരം അറിഞ്ഞതോടെ ഇടുക്കിയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി പേരാണ് അനന്തുവിനെതിരെ പരാതിയുമായി എത്തിയത്. നിലവിൽ 500ഓളം പരാതികൾ ലഭിച്ചതായാണ് വിവരം. 3 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. 60,000 രൂപ വരെയാണ് ഓരോരുത്തരുടെയും പക്കൽ നിന്ന് വാങ്ങിയത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 62 സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. പരാതികളുടെ എണ്ണം കൂടുന്തോറും താൻ പുറത്തിറങ്ങാൻ വൈകുമെന്നും തന്റെ പ്രായം പരിഗണിക്കണമെന്നും പ്രതി പരാതിക്കാരോട് അപേക്ഷിക്കുന്നുണ്ട്. താൻ പുറത്തിറങ്ങി രാജ്യം വിടുമെന്ന പേടി ആർക്കും വേണ്ടെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. എനിക്ക് പാസ്പോർട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ത്യ വിടാനായിട്ട് കഴിയില്ല. ഞാൻ രാജ്യം കടന്നു കളയുമെന്നൊരു ടെൻഷൻ ആർക്കും വേണ്ട. എനിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം എപ്പോഴാണോ ഉണ്ടാകുന്നത്, ഞാൻ പുറത്തു വന്നാൽ നിങ്ങളെയൊക്കെ കാണുവാൻ കഴിയുകയും ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങളുടേതായ പൈസ തിരികെ തരാനായിട്ട് പറ്റുകയും ചെയ്യും. അതിനുള്ള ഒരു ക്രമീകരണം നിങ്ങൾ പരാതികൾ കൊടുക്കാതെ എനിക്ക് പുറത്തു വരാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കുക. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സാമൂഹിക ഉന്നമനം ലക്ഷ്യം വെച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്നായിരുന്നു സീഡ് സൊസൈറ്റിയുടെ പ്രചാരണം. ആദ്യഘട്ടത്തിൽ വളങ്ങളും കൃഷി ഉപകരണങ്ങളും അടക്കമുള്ളവ വിതരണം ചെയ്തു. ജനപ്രതിനിധികളും ആശാവർക്കർമാരും ഉൾപ്പെടെയുള്ളവർ പ്രമോട്ടർമാരായും എത്തിയതോടെ കൂടുതൽ ആളുകൾ പണം നിക്ഷേപിച്ചു. പണം നൽകിയവർക്കെല്ലാം ഉടൻ സ്കൂട്ടർ നൽകുമെന്നാണ് തങ്ങൾക്ക് ലഭിച്ച വിവരമെന്ന് പ്രമോട്ടർമാർ പറയുന്നു. MLA ഒന്ന് അഡ്രസ് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിന്റെ ക്രെഡിബിലിറ്റി എത്ര ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് എങ്ങനെയൊക്കെയാ തട്ടിപ്പെന്ന് അറിയുന്നത്. പോലീസ് പറഞ്ഞിരിക്കുന്നത് അയാൾ പാപ്പരാണ്, അയാളുടെ കയ്യിലൊന്നുമില്ല. അയാൾ 700 കോടിയുടെ ഏകദേശം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 27 വയസ്സുള്ളൂ അയാൾക്ക്. വാഗ്ദാനം ചെയ്ത സ്കൂട്ടറും മറ്റു ഉപകരണങ്ങളും ലഭ്യമായില്ലെങ്കിലും നിക്ഷേപിച്ച പണമെങ്കിലും ലഭിക്കുമോ എന്നാണ് പണം നിക്ഷേപിച്ച സാധാരണക്കാർ ചോദിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി.